നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തിരുവനന്തപുരത്തേക്ക് വരികയാണ്. ഒരിടവേളയ്ക്ക് ശേഷം പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ കേരള രാഷ്ട്രീയം വലിയ രീതിയിൽ മാറി മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. മുമ്പൊക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രചരണത്തിന് വേണ്ടിയും ഔദ്യോഗിക പരിപാടികൾക്ക് വേണ്ടിയുമൊക്കെ പ്രധാനമന്ത്രി ആയതിനു ശേഷം നിരവധി തവണ അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ സന്ദർശനം അതൊരു പ്രത്യേകത സാഹചര്യത്തിലാണ്. കാരണം നമുക്കറിയാം, തിരുവനന്തപുരം നഗരസഭ BJP പിടിച്ചിരിക്കുന്നു. കേരളത്തിൽ ആദ്യമായിട്ടാണ്, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു കോർപ്പറേഷൻ ഭരണം BJP പിടിക്കുന്നത്. മാത്രമല്ല, ഈ വാർത്ത ഉത്തരേന്ത്യയിലടക്കം വലിയ രീതിയിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോഴും പ്രധാനമന്ത്രിയും ദേശീയ നേതാക്കളുമെല്ലാം അവരുടെ ഉത്തരേന്ത്യയിലെ പരിപാടികളിലൊക്കെ പ്രസംഗിക്കുന്നത് വലിയ ആത്മവിശ്വാസത്തിലാണ്. ആ ആത്മവിശ്വാസത്തിൻ്റെ കാരണം തിരുവനന്തപുരമാണ്. കേരളത്തിലെ തിരുവനന്തപുരത്ത് പോലും ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രിയും മറ്റ് ദേശീയ നേതാക്കന്മാരും എടുത്തെടുത്ത് പറയുന്നത് നമ്മൾ കേൾക്കുന്നതാണ്. അതായത് ത്രിപുരയിലും മറ്റുമൊക്കെ ഭരണം പിടിച്ചപ്പോൾ എല്ലാ രാജ്യത്തെമ്പാടുമുണ്ടായ BJPക്കാരുടെ ഒരു ആവേശമുണ്ട്. ആ ആവേശം തിരുവനന്തപുരത്ത് BJP ഭരണം പിടിച്ചപ്പോഴും ദേശീയ നേതാക്കൾക്കടക്കമുണ്ട്, പ്രധാനമന്ത്രിക്കടക്കമുണ്ട്. ഈ സാഹചര്യത്തിലാണ് ജനങ്ങൾക്ക് കൊടുത്ത വാക്കുപാലിക്കാനായി തിരുവനന്തപുരം നഗരസഭയിൽ BJP അധികാരത്തിൽ വന്നാൽ തിരുവനന്തപുരം നഗരത്തെ ലോകോത്തരമായ ഒരു നഗരമാക്കി മാറ്റുന്നതിനാവശ്യമായ ഒരു നയപ്രഖ്യാപനം അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തിരുവനന്തപുരത്ത് വന്ന് നടത്തും എന്നാണ് BJP അവകാശപ്പെട്ടിരുന്നത്, വാഗ്ദാനം നൽകിയിരുന്നത്. ആ വാക്ക് പാലിച്ചുകൊണ്ട് പ്രധാനമന്ത്രി എത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ സന്ദർശനമാണ്. എന്നാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനും മണിക്കൂറുകൾക്ക് മുമ്പ് മറ്റൊരു നിർണായകമായ വഴിത്തിരിവ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നേതൃത്വം നൽകുന്ന NDAയിലേക്ക് സാബു ജേക്കബ് നേതൃത്വം നൽകുന്ന 2020 എന്ന രാഷ്ട്രീയ പാർട്ടി കടന്നു വരികയാണ്. കേരളത്തിൽ ഇടതു വലത് രാഷ്ട്രീയ മുന്നണികളുടെ ഭൂമികയാണ്. അതായത് കേരള രാഷ്ട്രീയം LDFനെയും UDFനെയും മാത്രം ചുറ്റിപ്പറ്റിയുള്ളതാണ്. ഈ ഒരു പുരാതനമായ വ്യവസ്ഥിതിക്ക് മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുകയും ആ മാറ്റം വളരെ വിജയകരമായി പ്രാവർത്തികമാക്കുകയും ചെയ്ത ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രമേ ഉള്ളൂ. അത് 2020 ആണ്. BJP ആകട്ടെ കേരളത്തിലെമ്പാടും ഇത്തരത്തിൽ ഇടതു വലത് രാഷ്ട്രീയ മുന്നണികളുടെ രാഷ്ട്രീയത്തിൽ നിന്ന് മോചനം വേണം, വികസന രാഷ്ട്രീയത്തിലേക്ക് സംസ്ഥാനം വരണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതൊരു പരിധിവരെ വിജയിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു പ്രസ്ഥാനമാണ് BJP. അവരുടെ മുന്നണിയാണ് NDA. ഈ NDAയിലേക്ക് 2020 വരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു നിർണായകമായ വഴിത്തിരിവാണ്. മുന്നണിക്ക് ഒരു ഡബിൾ എൻജിൻ പവർ കിട്ടുന്നു എന്ന് തന്നെ ഈ മാറ്റത്തിലൂടെ പറയേണ്ടി വരും. കാരണം 2020 4 ഗ്രാമപഞ്ചായത്തുകൾ ഭരിക്കുന്ന പാർട്ടിയാണ്, 2 പഞ്ചായത്തുകളിൽ പ്രതിപക്ഷമുള്ള പാർട്ടിയാണ്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 12% വോട്ടുള്ള പാർട്ടിയാണ്. മാത്രമല്ല 89ഓളം ജനപ്രതിനിധികൾ 2020യുടേതായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, 2 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ പ്രധാന പ്രതിപക്ഷമാണ് ഈ 2020. ഇങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJPയിലേക്ക് വരുന്നത്. ആ രാഷ്ട്രീയ പാർട്ടി BJPയിലേക്ക് വരുമ്പോൾ തീർച്ചയായും കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ വരുന്ന മാറ്റം ചെറുതല്ല, NDAയിൽ വരുന്ന മാറ്റം ചെറുതല്ല. ഈ രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് നരേന്ദ്രമോദിയെ കാത്തിരിക്കുന്നത്. അതായത് BJP നേതൃത്വം നൽകുന്ന NDAയിലേക്ക് ഈ SNDPയുടെ ഒരു രാഷ്ട്രീയ വിഭാഗമായ BDJS, ആ BDJS വന്നത് ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവാണ്. അങ്ങനെ ആ വഴിത്തിരിവിനേക്കാൾ 10 മടങ്ങ് പ്രാധാന്യമുള്ള മറ്റൊരു രണ്ടാമത്തെ വഴിത്തിരിവാണ് സാബു ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള 2020 പാർട്ടി NDAയിലേക്ക് വരുന്നത്. നിരവധി ജില്ലകളിൽ, എറണാകുളം ജില്ല മാത്രമല്ല നിരവധി ജില്ലകളിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സഖ്യമാണിത്. ഈ രാഷ്ട്രീയ സഖ്യത്തിന് തന്ത്രം മെനഞ്ഞത് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് എന്നാണ് സൂചന. മാത്രമല്ല ഈ തന്ത്രത്തെ തീരത്തേക്കടുപ്പിച്ചത്, ഇതിനെ യാഥാർത്ഥ്യമാക്കിയത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അനൂപ് ആൻ്റണി, അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് എന്നിവരടങ്ങുന്ന സംഘമാണ് എന്നും ഇപ്പോൾ സൂചന ലഭിക്കുന്നുണ്ട്. അതായത് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ്റെ തന്ത്രങ്ങൾക്ക് ചടുലമായ നീക്കങ്ങളുടെ വിജയം കൊടുത്തത്, അല്ലെങ്കിൽ ഒരു ഡീൽ ഫിനിഷർമാർ ആയി മാറിയത് അനൂപ് ആൻ്റണിയും അതുപോലെ തന്നെ ഷോൺ ജോർജുമാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ഒരു മാറ്റം, ഒരു വഴിത്തിരിവ് BJPക്ക് അല്ലെങ്കിൽ NDAക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന പത്രസമ്മേളനത്തിലാണ് NDAക്കൊപ്പം ചേരുന്നു എന്ന് 2020 അറിയിച്ചത്. മാത്രമല്ല നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമ്പോൾ അതേ വേദിയിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 2020 ഔദ്യോഗികമായി NDAയുടെ ഭാഗമാവുകയും ചെയ്യും. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.